ഞാനാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. എഡിറ്റിങ്ങും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേരുകൾ ഇപ്പോൾ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ എല്ലാവർക്കും സമയപരിമിതി മൂലം നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിലാദ്യം നമ്മുടെ നായകൻ അങ്ങനെ രണ്ടുപേരാണ് ഇരിക്കുന്നത്. സിൻസിയർ നായക സ്ഥാനത്ത് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഡയാന ഹമീദ് നിങ്ങളെല്ലാവരും അറിയുന്നതായിരിക്കും. നായിക ക്രിസ് വേണുഗോപാൽ നിങ്ങൾ പല സ്ഥലങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സിനിമയിൽ വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്. അതിനടുത്തിരിക്കുന്നത് അഖിലേഷ് തയ്യൂര്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബൊമ്മശ്രീ അങ്ങനെയുള്ള കോമഡി പ്രോഗ്രാമുകളിലൂടെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളാണ്. ഒപ്പം തന്നെ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന പ്രമോദ് പടിയത്ത്. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഒരുപാട് സിനിമകൾ മനസ്സിനൊക്കെ എഴുതാൻ തോന്നുന്ന ആളുടെ ഫസ്റ്റ് സിനിമ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലാണ് ആളുടെ തുടക്കം. അങ്ങനെ അവിടെ നിന്നിട്ട് ഒരുപാട് പടങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതിലൊരു മുഴുനീള ക്യാരക്ടർ ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പുറത്തിരിക്കുന്നതാണ് ജോയ് കാഞ്ഞിരത്തിങ്കൽ ജോസ് എന്ന് പറയും. നമ്മുടെ പ്രൊഡ്യൂസർമാർ 4 പേരാണ്. ഇന്ത്യ സ്നേഹ പ്രൊഡക്ഷൻസ് എന്നാണ് നമ്മുടെ ബാനറിൻ്റെ പേര്. അതിൽ 4 പേരിൽ ഒരാളാണ് ജോയ് കാഞ്ഞിരത്തിങ്കൽ ജോസ്. രണ്ടാമത്തെ ആളാണ് ജോമോൻ ജോസ്. 2 പേരും കൂടി ഉണ്ട്. ബിജോ തോമസ് തട്ടിലും അതുപോലെ പീറ്റർ വർഗീസ്. 2 പേരുണ്ട്. അവർ കാനഡയിലാണ്. ഇവർ 4 പേരും കാനഡയിൽ തന്നെയാണ്. ഇപ്പോൾ ഇവർ നമ്മുടെ സിനിമയുടെ റിലീസിനായിട്ട് നാട്ടിലെത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ ബാക്കി തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഞാൻ എൻ്റെ ഇൻട്രോ പറഞ്ഞെന്ന് മാത്രം. സിൻസിയർ ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. ഇത് എൻ്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിം. ഒരുപാട് സന്തോഷമുണ്ട്. ഹലോ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പേര് ഒന്നുകൂടി പറയാം. എൻ്റെ പേര് സിൻസിയർ. ഞാൻ ഫോർട്ട് കൊച്ചി സ്വദേശിയാണ്. ഇതെൻ്റെ 4ാമത്തെ മൂവിയാണ്. ഞാൻ സോളോ ലീഡ് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് ഫിലിം. സോ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ. ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂവി ഏറ്റവും അധികം അടുത്ത ദിവസത്തിൽ തന്നെ തിയേറ്ററിലെത്തും. നമുക്ക് നോക്കുന്നത് അറൗണ്ട് 30th തിയേറ്റർ റിലീസ് എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. സോ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ലേറ്റായി വന്നതിൽ ഐ എം റിയലി സോറി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ എപ്പോഴും എല്ലാവരും വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നു അല്ലേ, ഇത്രയധികം ചാനൽസ് വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിന്ധു ശരിക്കും വിളിച്ചു പറഞ്ഞു എന്നോട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പെട്ടെന്ന് വായോ. അപ്പോൾ പിന്നെ സംഭവ സ്ഥലത്ത് നിന്നും ഇതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രോമിനൻറ്റ് ഫീമെയിൽ വേഷം ചെയ്യുന്നത് ഞാനല്ല. എൻ്റെ കഥാപാത്രമാണ്. അത് ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ക്യാരക്ടറിനെ കുറിച്ചൊരു ബ്രീഫായിട്ട് 2 വാക്ക് പറയാം. അതായത് ഒരു തമിഴ് കുടുംബ പശ്ചാത്തലമുള്ള എന്നാൽ കേരളത്തിൽ വന്ന് ജീവിക്കുന്ന വളരെ ബോൾഡ് ഇൻ ദ സെൻസ് വളരെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് കഥാപാത്രമാണ്. ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നല്ല കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ചിത്രം സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രം നിങ്ങൾക്ക് അറിയുന്ന ഒരു ഐഡിയ കിട്ടും. നിങ്ങളെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ മീഡിയ മേഖലയിൽ മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. അതിലൊന്ന് സിൻസിയറാണ് അവതരിപ്പിക്കുന്നത് അല്ലേ, നായിക കഥാപാത്രം. പിന്നെ പ്രമോദേട്ടനുണ്ട്. അപ്പോൾ ഇവരുടെ കരിയറിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയിൽ അല്ലെങ്കിൽ ഇവരുടെ കഥയുടെ വഴികളിൽ ഇവർ കാണുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ചിത്രമാണ്. ചെറിയൊരു ത്രില്ലിംഗ് മൂഡ് അല്ലെ, ചെറിയൊരു ത്രില്ലറാണ് എന്ന് പറയാം. മറ്റേ ത്രില്ലർ മാത്രമല്ല, എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ചിത്രമായിരിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട്. തൃശ്ശൂർ വന്ന ഇവരുടെ കൂടെ ഏകദേശം ഒരു 3-4 ദിവസം നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഒരു ബഹളവും ഇല്ലാണ്ട് വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ വർക്ക് ചെയ്ത് പിരിഞ്ഞ ഒരു സിനിമയാണിത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, സിന്ധു ഇവരുടേതായ രീതിയിൽ എല്ലാവരും കലാകാരന്മാരുണ്ട്. പ്രത്യേകിച്ച് അഖിലേഷ് ചേട്ടനൊക്കെ നമുക്കറിയാം, എഴുത്തുണ്ട്, നന്നായിട്ട് പാടും, മിമിക്രി ഉണ്ട്.
അപ്പോൾ ഇവരുടെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നിങ്ങളെല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളിലൂടെയാണ് നമ്മുടെ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ചാനലുകളിലൂടെ നല്ല റീച്ചോട് കൂടി ചിത്രം പല വ്യൂവേഴ്സിലും എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അത്രയൊക്കെയാണ് എനിക്ക് നമ്മുടെ ചിത്രത്തെക്കുറിച്ചും നമ്മുടെ ക്രൂവിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത് അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ കമ്മിങ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഒരുപാട് ഫെമിലിയർ ഫേസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ഒരുപാട് പരിചയമുള്ള നല്ല ഫേസസ് ഉണ്ട്. വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. ഹോംലി ഫീൽ കിട്ടിയിട്ടുള്ള ഒരു മൂവി കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഈ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് ആയാലും ശരി, തീം അല്ലെങ്കിൽ സ്റ്റോറി വൈസുള്ള പല ജോണേഴ്സ് ടച്ച് ചെയ്തു പോകുന്നതായാലും ശരി, ഇതെല്ലാം ശരിയായ രീതിയിലുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സീനിൽ 2 സീനിലൊക്കെ വന്നു പോകുന്ന 1-2 ഡയലോഗുള്ള ക്യാരക്ടറുകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മലയാള സിനിമയിൽ നയൻതാരന് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയ ഇദ്ദേഹമാണ്. വേണ്ട ക്യാപ്ഷൻ കിട്ടിയില്ലേ? നിർഭാഗ്യവശാൽ ആ സീനിലെ കുറച്ച് കട്ട് ചെയ്ത് പോയിട്ട് ഒരു വൈറ്റ് ഷോട്ട് മാത്രമാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സിനിമാ ജീവിതം വരുന്നത്. പിന്നെ ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ളത് സൗഹൃദത്തിൻ്റെ ഒരു പുറത്താണ്. അപ്പോൾ ഒരുപാട് 100-ലധികം ഓഡീഷനുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അങ്ങനെ നിന്നിരുന്നത്. അപ്പോൾ സിൻഡോ ഡേവിഡ് എന്ന് പറയുന്ന സംവിധായകനായിട്ടുള്ളൊരു സൗഹൃദങ്ങൾ, അതിൻ്റെ ഒപ്പം ഞങ്ങൾ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നൊരു സൗഹൃദം കൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമയിലേക്ക് എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ ഞാനിതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ സിൻസിയർ, നായകനായിട്ടുള്ള സിൻസിയർ ചെയ്തിട്ടുള്ളത് ഒരു റിപ്പോർട്ടറുടെ റോളാണ്. അതിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ളൊരു ക്യാമറാമാൻ്റെ വേഷമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. നേരത്തെ അഖിലേഷ് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. അഖിലേഷിന്റെ 2ാമത്തെ സിനിമയാണിത്. ആദ്യത്തെ സിനിമ തൃശ്ശൂർ പൂരം എന്ന സിനിമയിൽ ഒരു പൊടിയൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ ക്യാരക്ടറാണ് അഖിലേഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്നത്തെ സൈസ് നല്ല തടിച്ചിട്ടുള്ള ഒരു സൈസായിരുന്നു. അതിൽ നിന്ന് 10-12 കിലോ കുറച്ചിട്ടാണ് 20 കിലോ കുറച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ ഒരിക്കൽ കൂടെ പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇതില് അവസരം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ സിൻഡോ ഡേവിഡ് എന്ന് പറഞ്ഞ സംവിധായകനെ സംബന്ധിച്ചിട്ടായാലും ഞങ്ങളുടെ ബാക്കി വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾക്കായാലും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ദൃശ്യമാധ്യമം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും പ്രേക്ഷകനെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന സിനിമയായിരിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് അദ്ദേഹം ഒരിക്കലും സിഗരറ്റ് വലിക്കുക, അതുപോലെ മദ്യപിക്കുക, അങ്ങനത്തെ ശീലമുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മദ്യത്തിനെതിരെ, അതുപോലെ മയക്കുമരുന്നിനൊക്കെ എതിരെയായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു രംഗങ്ങളിൽ പോലും ഞങ്ങൾ പുകവലിക്കുന്നതോ മദ്യപിക്കുന്നതായിട്ടുള്ള ഒരു രംഗം പോലും ഈ സിനിമയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്നോ പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്നോ എഴുതി കാണിക്കേണ്ടി വന്നിട്ടില്ല. അതൊരു എന്താ പറയുക, ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോ സിനിമ നിൽക്കുന്നത് നിങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ വലിയൊരു സപ്പോർട്ടിന്റെ പുറത്ത് തന്നെയാണ്. അപ്പൊ ഒരുപാട് ആളുകൾ നിങ്ങളുടെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടൊക്കെ തന്നെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പൊ ഞങ്ങളെ പോലെ ഒരു പുതിയ കുറെ ആളുകൾ, പുതിയതായിട്ട് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് കുത്തുന്ന ഒരു പുതിയ ടീം, എന്നാൽ കുറെ കാലങ്ങളായിട്ട് സിനിമയുടെ പുറകിലും മുന്നിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെ. അപ്പൊ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. വലിയ സന്തോഷം. ഇത് ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിന്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്.
അപ്പം ഞങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം ആദ്യം അത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം വളരെ ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ അപ്പോൾ കുറച്ച് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം നമുക്ക് ലഭിച്ച താരങ്ങളാണ് ഈ ഇരിക്കുന്നവർ. പ്രമോദേട്ടൻ വളരെ എളിമയോട് കൂടി പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ നേരത്തെ അഖിലേഷും പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പല സിനിമകളിലും കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം ഈ അവസരത്തിൽ ഏറ്റവും സന്തോഷം, ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി ഇനിയിപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത 2 പ്രൊഡ്യൂസേഴ്സും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ജോൺ, ഇത് ജോയേട്ടൻ, പിന്നെ ബിജോ ഉണ്ട്, പിന്നെ പീറ്റർ വർഗീസ്, അങ്ങനെ 4 പേരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇങ്ങനൊരു ഇതിന് നിങ്ങളെല്ലാവരും വന്നതും അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ വലിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രമോദേട്ടൻ പറഞ്ഞ പോലെ നിങ്ങളാണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രചാരകര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. നല്ല സിനിമകളും പിന്നെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റുകളിലേക്ക് ഞങ്ങൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കും. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. താങ്ക്സ്. പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇതിനൊപ്പം തന്നെ നമ്മൾ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ലാൽജു സാറ് എന്താ പറയുക, ഒരു ലെജൻഡ് ഡയറക്ടറാണ്. അദ്ദേഹം നമ്മുടെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ തയ്യാറാവാന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുടക്കക്കാർക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ സുധീർ കരമന, സുനിൽ സുഹൃത്ത്, അങ്ങനെയുള്ള ഞാൻ പേര് വിട്ടുപോകുന്നതുകൊണ്ട് കാരണം എല്ലാവരും എടുത്ത് മനസ്സിലാക്കും. അജിത്ത് പൂത്താട്ടുകുളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദൃശ്യത്തിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ. പക്ഷേ സിനിമയിൽ നമ്മളൊരു സ്ട്രോങ് ക്യാരക്ടറാണ്. അദ്ദേഹം ഇവിടെ താമസിക്കുന്നത്, പക്ഷെ ആൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ അശ്വതി ശ്രീകാന്ത്, അശ്വതി ചേച്ചി, ആളൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ശശാങ്കൻ, പിന്നെ എടുത്തു പറയാന്ന് വെച്ചാൽ ശിവജി ഗുരുവായൂർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാ പോസ്റ്റിലും ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. പിന്നെ കാനഡയിലുള്ളതാണ് ആള്, ജെൻസൺ ക്യാരക്ടറാണ്. ആള് പെൻസൺ അത്യാവശ്യം സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ആൾ തന്നെയാണ്. അവർ കാനഡയിലായിരുന്നു. നമുക്ക് ഷൂട്ടിൻ്റെ ഒരു ഭാഗം കാനഡയിലുണ്ടായിരുന്നു. അവിടെ അഭിനയിച്ചിട്ടുള്ള 2 പേര്, വേറെ കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ജോമൻ ചേട്ടൻ, ഇവരെല്ലാവരും ജസ്റ്റ് തല കാണിച്ചിട്ടുണ്ട്. കാനഡയിലെ ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ മീമു, നമ്മുടെ മൃണ്മയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബമ്പർച്ചിരിയിലൊക്കെ ആയിട്ടുള്ള അവള് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്കൊരു പറയാം 10-ന് മുകളിൽ മെയിൻ സ്ട്രീം താരങ്ങൾ നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ മെയിൻ സ്ട്രീമിലുള്ള വലിയ താരങ്ങൾ വരുമ്പോൾ എങ്ങനെ അവരോട് ഞാൻ പറയും, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരത് മുന്നേ മനസ്സിലാക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ ക്രിസാറും അങ്ങനെയുള്ള എല്ലാവരുടെ കേസ് കൂടി പറയണത് അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മളോട് പറയും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാൽ അവർ പറയും നിനക്ക് ഓക്കെ അല്ല, നീ ടെൻഷൻ ഉണ്ടെങ്കിൽ നോക്കാം, നമുക്ക് വേറെ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും സപ്പോർട്ട് അവർ തരുന്നുണ്ടല്ലോ, പിന്നെ എന്താ പറയുക, ആ ഒരു സന്തോഷം എങ്ങനെ അവരുടെ അടുത്ത് ഞാൻ നന്ദി പറയേണ്ടതാണ്. അത് പറയാനുള്ള വേദി ഇതല്ലാന്ന് അറിയാം. എങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല. അത്രയും സപ്പോർട്ടാണ്. എല്ലാ രീതിയിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വേറെ കൂടുതൽ. പിന്നെ ഇപ്പോൾ റിലീസിൻ്റെ കേസ് നമ്മൾ ആദ്യം 9-ാം തീയതിയാണ് റിലീസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയനാട്ടിൽ അങ്ങനെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ നമ്മൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങുന്നതിനേക്കാളും അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന വന്നതിന് പുറത്ത് ഇപ്പോൾ നമ്മളിലുള്ള പലരും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. സഹായ പ്രവർത്തനങ്ങളും ഇപ്പം നമ്മുടെ അവിടെ ഉണ്ടാകുന്ന സ്കൂളുകളിലൊക്കെ ക്യാമ്പ് തുടങ്ങുമ്പോൾ അവിടെ പോയി സഹായിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നിർത്തിവെച്ചു. പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം നിർത്തി വെച്ചിട്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ ഒന്ന് ഒരു ഇത് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി അത്രയും പെട്ടെന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം കൂടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം അവർ പറഞ്ഞു. അത് അവർ തന്നെ പറയും. വേറൊന്നുമില്ല, നമ്മള് ഇപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അത് നമ്മുടെ കടമയാണ്.
അപ്പോൾ നമ്മുടെ സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു വിഹിതം വയനാട്ടിലെ സഹോദരങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് പറയാൻ. വേറെ ഞാനെപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇതിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു മൂവീസ് അറൗണ്ട് 30 മൂവീസ് പ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പം നമ്മുടെ സംഭവ സ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിൻ്റെ അടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കുള്ളത് എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന, പരിശ്രമം, ഭാഗ്യം ഇതെല്ലാം കൂടെ ഒത്തു വന്നാലല്ലേ കിട്ടത്തുള്ളൂ. എനിക്കിങ്ങനെ പരാതികളൊന്നും ഇല്ല. സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്, ഓക്കെയാണ്. പിന്നെ തീർച്ചയായിട്ടും അത് നമ്മൾ എപ്പോഴും ആണോ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ട് തന്നെ ആള് ആ ഭാഗങ്ങളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബ്രേക്കിംഗ് ആയിരിക്കുന്നുള്ളത്. താങ്ക് യു. അല്ല, നല്ലൊരു കഥാപാത്രം ലഭിക്കാനായിട്ട് ഞാൻ ആക്ച്വലി അത് എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഈ ക്യാരക്ടർ തമിഴ്, ഞാൻ പറഞ്ഞ കുടുംബ പശ്ചാത്തലമല്ല, എന്നാൽ മലയാളം കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളവും കൂടെ ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം. അപ്പം അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? ഇത് കണ്ടിട്ട് പലരും നമ്മുടെ ഒപ്പമുള്ളവർ കണ്ട സമയത്ത് ചോദിച്ചു, ഡബിങ് ആള് നല്ല രസമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്ലാങ്ങും തമിഴ് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ പലരും ചോദിച്ചു, ഇത് ആളെന്നെയാണോ ഡബ് ചെയ്തത്, വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണോ ചോദിച്ചു. അപ്പം അല്ല, ആളെന്നെ ചെയ്താണ്. ഓ ഗംഭീരമായിട്ടുണ്ടല്ലോ, നല്ല രസമായിട്ട് ആക്ടിങ്ങിന്റെ ഒപ്പം തന്നെ. അപ്പോൾ ആ ഡബിങ്ങിന്റെ ഇതിലും ആളെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇപ്പം എന്നോട് വേറൊരാള് പറഞ്ഞ് ചോദിക്കുന്നതാണ്. അതായത് കുറച്ചധികം റോള് കിട്ടിയത് മുഴുവൻ നെഗറ്റീവ് കഥാപാത്രങ്ങൾ. അതായത് ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറേ അധികം ഷോർട്ട് ഫിലിം കണ്ടതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നിയോ ചോദിക്കാൻ പറ്റും? ഇല്ല ഇല്ല ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുമായിരുന്നു അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള അത് കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് അല്ലേ. അപ്പം നമുക്ക് ഒരു ദിവസം തന്നെ കുറേ കണ്ടന്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അല്ലാത്ത ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ എന്തായാലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമയിൽ വർക്ക് ചെയ്ത കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള ചെയ്തിട്ടില്ല. അതെ. ഇതിനകത്ത് ഇപ്പം മീഡിയ റിലേറ്റഡ് ഒരു കണ്ടന്റ് വരുന്നതാണല്ലോ. അപ്പൊ അതിനകത്ത് എങ്ങനെയാ, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറാണോ, എങ്ങനെയാ? റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി. ഇപ്പം നിങ്ങൾ നമ്മുടെ പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് റിപ്പോർട്ടറായിട്ടൊക്കെ എനിക്കൊരു ചോദ്യം, ഈ എംബ്രോയിഡറി ആക്ച്വലി വീണ്ടും അത് തന്നെ എടുത്തിട്ടേക്കും. വന്നിട്ട് ഇത്ര നേരം നല്ല റെസ്പോൺസ് മീഡിയ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മീഡിയ എത്രത്തോളമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നെഗറ്റീവായിട്ട് ചെയ്യുന്നതും. ആര് എന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശം എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് സമൂഹം ഫേസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണ് മീഡിയയെ കാണിക്കുന്നത്? നമ്മുടെ സിനിമയില് നോർമലി ഇപ്പൊ മലയാള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ക്യാരക്ടേഴ്സിനോ അതല്ലെങ്കിൽ ഒരു മീഡിയ കൈൻഡ് ഓഫ് സ്റ്റോറീസിലോ ഒന്നും വന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. ഇത് കുറച്ച് ഒരു മൾട്ടി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറുമാണ്. എക്സാക്ട് ഒരു മീഡിയ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ മീഡിയ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറി ലൈനും അല്ല. നമുക്ക് കുറച്ചധികം എലമെന്റ്സിൽ വന്നിട്ടുണ്ട്. വേറെ നേരത്തെ ഇപ്പൊ ക്രിസേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു മീഡിയ പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ആയിരിക്കാം. ബട്ട്
നമ്മളപ്പോഴൊക്കെ ഈ ഏത് വിഷയത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വിഷയത്തിന് ഫോക്കസ് കൊടുത്തിട്ട് ആ വിഷയത്തിൻ്റെ ആധികാരികത എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ മീഡിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക ചാനലിൻ്റെ ഷോട്ടുകൾ, ചാനലിൻ്റെ ഉൾഭാഗങ്ങൾ, അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മനസ്സിൽ വരും. ഇതൊരു മീഡിയ, ന്യൂസ് മീഡിയ തന്നെയാണ്, എങ്കിലും ചാനലിൻ്റെ ഉള്ളിലുള്ള ഒരു സെക്ഷനല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങളെ പോലെ ക്യാമറയും ഇതൊക്കെ ആയിട്ട് നമ്മൾ ചാനലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഷൂട്ടിനായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകും. ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കണക്ട് ചെയ്യുന്നത്. ചാനലും അല്ലെങ്കിൽ ചാനലിൻ്റെ ഉള്ളുമായിട്ടുള്ള ഓഫീസ് സെറ്റപ്പുമായിട്ട് ഒരു ബന്ധവും നമ്മൾ സിനിമയിൽ പറയുന്നില്ല. ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, പല ഷൂട്ടിന് പോകുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിനോട് അവർ അതിനെ തരണം ചെയ്തു പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ പോലും ചർച്ച ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയത്, മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം, പിന്നെ ക്രിസ്റ്റീന ചെറിയാൻ, ഇവർ രണ്ടുപേരും നമ്മുടെ സിനിമയിൽ നല്ല 2 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയണേ, ഈ മീഡിയ പേഴ്സൺസ് നേരത്തെ പറഞ്ഞല്ലോ, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് ചോദിച്ചല്ലോ. എനിക്ക് തോന്നുന്നത് 2 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും 2 രീതിയിലും നമുക്ക് വേണമെങ്കിൽ കാണാം. ഒന്ന്, ഈ റിപ്പോർട്ടർ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം മറ്റുള്ള റിപ്പോർട്ടേഴ്സ് കാണാത്ത ആംഗിളിൽ കൂടെ അത്തരം കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് മാധ്യമങ്ങളുടെ മുന്നിലേക്കും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങനെ ഒരു എത്തിക്സ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് സിൻസിയർ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് മാത്രം. അങ്ങനെ അത് നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് തോന്നുന്നു. എനിക്ക് ഒക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത്. പൊതുവെ ഏതൊരു ആർട്ടിസ്റ്റോട് സിനിമ നടിയാണോ സിനിമ നടനാണോ എന്നൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളതാണ് ഒരു ഡ്രീം. ഇപ്പോൾ ഡയനയുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിംസ്, സിനിമ. കരിയർ കൃത്യമായിട്ട് സിനിമ നോക്കാതെ എല്ലാത്തിലും പർട്ടിക്കുലർ നോക്കാതെ എല്ലാം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യുക കരിയർ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ള ഉപദേശം കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നൊക്കെ. അത് തീർച്ചയായിട്ടും ഒരു വെൽവിഷറിന്റെ ഉപദേശമാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വ്യൂവേഴ്സ് എന്നുള്ള സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. നമുക്കൊരു വൈഡ് നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഓൺലൈൻ മീഡിയാസിനുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിനുണ്ട്, OTT പ്ലാറ്റ്ഫോംസിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട് മൂവീസും ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. ടെലിവിഷനിൽ അതൊരു വേറെ ടൈപ്പ് ഓഫ് വ്യൂവേഴ്സാണ്, കുടുംബ പ്രേക്ഷകരുണ്ട്. അപ്പോൾ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ ആർട്ടിസ്റ്റായിട്ടോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അവിടെ ഒരു സെറ്റ് ഓഫ് വ്യൂവേഴ്സിന് ലഭിക്കുന്നു. പിന്നെ സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യവും സ്വപ്നവുമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് സിനിമകളും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിന് പകരം പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ജോലി നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ലാണ്ട് നമ്മുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പേഴ്സണലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വാട്ട് എവർ ഐ എം ഡൂയിങ് റൈറ്റ് നൗ. സോ അങ്ങനെ ഒരു താളത്തിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സിനിമാ താരങ്ങള് കുറച്ച് ഈഗോ കൂടുതലുള്ള ആൾക്കാരാണെന്ന് കേട്ടില്ല. ഇപ്പം ഡയാന ഇപ്പൊ ആ ഈഗോ ഒട്ടും ഇല്ലാത്ത ഒരാളാണെന്നുള്ളതാണോ പറഞ്ഞത്? അതായത് കുറച്ച് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ കുറച്ച് കുറഞ്ഞ റോളൊന്നും ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഈഗോ കാണിക്കാറുണ്ട്. അല്ലല്ല, പൊതുവെ സിനിമ താരങ്ങളുടെ ഒരു പൊതുവെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് അത് ഏറെക്കുറെ എല്ലാവരും കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ അവർ ചിന്തിക്കുമായിരിക്കും, ഇപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിലുള്ള റോൾസ് ചെയ്തു, അതുപോലുള്ള റോൾസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ കരിയർ നല്ലത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നവരുണ്ടായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് വാട്ട് ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശസ്തി അത്രയും ലഭിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ സാലറി അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമാണ്. ഒരുപക്ഷെ അവരിങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഒക്കെയാണ്, അല്ലേ? നമ്മളിപ്പോ മെയിനായിട്ട് ഇപ്പോ
കളറൊക്കെ എപ്പോഴായിരുന്നു? പണ്ടായിരിക്കും അല്ലേ? 1980 മോഡൽ. എനിക്കറിയില്ല. എനിക്ക് പൊതുവെ വണ്ടികളെ കുറിച്ച് അങ്ങനെ അധികം പക്ഷെ എന്ത് തോന്നുന്നു, ഞാൻ വളരെ വിദഗ്ധമായിട്ട് വണ്ടി നന്നായിട്ട് തോന്നുന്നില്ലേ? അതെ, വേറെ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ചൈനയിൽ നടന്ന ഒരു ഫ്ലഡ് ഡിസാസ്റ്ററിനെ കുറിച്ചാണ്. അതായത് അതിന്റെ ഫുഡ് ഫെയിലിയർ എന്ന് പറയും. അതായത് ഈ ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു ടോ ഉണ്ട്, അതായത് ഒരു വലിയൊരു പോർഷൻ ഉണ്ട്, അത് സ്ലിപ്പായിട്ട് ഇത് ഒഴുകി വരും എന്നൊക്കെയാണ് പറയുന്നത്. ടു എൻ എക്സ്റ്റെൻറ്റ് പണ്ട് ഡിസൈൻ ചെയ്ത ഓരോ സ്ട്രക്ചറും, അത് റോഡായാലും ബ്രിഡ്ജ് ആയാലും ഡാം ആയാലും എല്ലാം സേഫ്റ്റി ഫാക്ടർ കൂട്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് അക്കാലത്ത് ചെയ്ത അവരുടെ ഒരു നന്മയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പിന്നെ ഇതിനകത്ത് പോളിറ്റിക്സ് ഉണ്ട്. ഞാൻ പോളിറ്റിക്സിൽ ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ട് യെസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചൈനയിൽ അങ്ങനെ നടത്തുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അതെല്ലാം സത്യമാണ്. ഇവിടെ ഇപ്പം നടക്കും എന്ന് പറയുന്നത് അത് പോളിറ്റിക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ കമന്റ്സ്. ലാസ്റ്റ് ആയിരുന്നു അല്ല, പ്രൊഡ്യൂസറിന്റെ അടുക്കാണ് പല പ്രൊഡക്ഷൻ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.